ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യത്തിനും ഹരിയാനയിൽ ബി.ജെ.പിക്കും ജയം. ജമ്മു കാശ്മീരിൽ 10 വർഷത്തിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം വൻ തിരിച്ചുവരവ് നടത്തി. സംസ്ഥാന പദവി റദ്ദാക്കിയതിനു ശേഷമുള്ള കശ്മീരിൽ ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയാകും. ബി.ജെ.പി മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചപ്പോൾ PDPയുടെ തകർച്ചയാണ് ജമ്മു കാശ്മീരിൽ ശ്രദ്ധേയമായത്. जो हमें खत्म करने के लिए आए थे मैदान में, वो खुद ही मतलब उनका कोई नामो निशान नहीं रहा, लेकिन हमारी जिम्मेदारियां बढ़ जाती हैं. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിട്ടും ഹരിയാനയിൽ BJP നേടിയത് ഹാട്രിക് ജയം. അന്തിമ ചിത്രമായിട്ടില്ലെങ്കിലും ഹരിയാനയിൽ BJP കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചു. നയാബ് സിംഗ് സൈനി മുഖ്യമന്ത്രിയായി തുടരും. करता हूं, उनको प्रणाम करता हूं. वहीं आदरणीय प्रधानमंत्री जी के नेतृत्व में जो ये तीसरी बार हरियाणा की ऐतिहासिक जीत, इसके लिए भी मैं प्रधानमंत्री जी का धन्यवाद करता हूं. मैं अपनी उच्च लीडरशिप का धन्यवाद करता हूं. मैं हरियाणा के लाखों भारतीय जनता पार्टी के कार्यकर्ताओं का. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കോൺഗ്രസ് സംശയം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നു. വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ കോൺഗ്രസ് ബഹുദൂരം മുന്നിലായിരുന്നെങ്കിലും പിന്നാലെ BJP ലീഡ് ഉയർത്തുകയായിരുന്നു ഹരിയാനയിൽ. ന്യൂസ് ഡെസ്കിൽ നിന്ന് S. വിജയകുമാർ ഏറ്റവും പുതിയ ഈ ഹരിയാനയിലെയും ജമ്മു കാശ്മീരിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ ഫല സൂചനകളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. S. വിജയകുമാർ, ബൽറാം നെടുങ്ങാടി നമ്മളോടൊപ്പം ചേരുന്നു. ജമ്മു കാശ്മീരിൽ നിന്ന് നിതിൻ അംബുജൻ, ഹരിയാനയിൽ നിന്ന് R. അച്യുതൻ, ഡൽഹിയിൽ നിന്നും വിനീത വിജിയും ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ഉണ്ടാകും. S. വിജയകുമാർ, ഈ തുടക്കം മുതൽ ഒരുപക്ഷെ ഈ എക്സിറ്റ് പോൾ ഫല പ്രവചനങ്ങളെ ആകെ അപ്രസക്തമാകുന്ന ഒരു ജനവിധിയുടെ സൂചനകൾ വന്നു കഴിഞ്ഞു. ജമ്മു കാശ്മീരിലും ഹരിയാനയിലും. ജമ്മു കാശ്മീരിൽ ഒരു തൂക്കസഭയുടെ സാധ്യതയാണ് നേരത്തെ പ്രവചിക്കപ്പെട്ടതെങ്കിൽ അവിടെ ഒരു കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം, ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുന്ന വ്യക്തമായ സൂചനകൾ വരുന്നു. ഹരിയാനയിൽ മൂന്നാം വട്ടം BJP ഉണ്ടാകില്ല, പകരം കോൺഗ്രസിന് അനുകൂലമാണ് സർവ്വതും എന്നായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങളെങ്കിൽ അവിടെ തിരിച്ചുവരവ് നടത്തി, ശക്തമായ സാന്നിധ്യമായി ഒരു മൂന്നാം വട്ടവും BJP അധികാരത്തിലെത്തുന്നു. എന്താണ് ഏറ്റവും പുതിയ ലീഡ് നിലയുടെ വിവരങ്ങൾ? ഗോപി, ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് ഹരിയാനയിൽ BJP 50 ഇടത്ത് ജയിക്കുകയോ ലീഡ് ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് 35 ഇടത്ത് ജയിക്കുകയോ ലീഡ് ചെയ്യുകയാണ്. INLD 2 ഇടത്തും മറ്റുള്ളവർ 3 ഇടത്തുമാണ് അവിടെ ലീഡ് ചെയ്യുകയോ ജയിക്കുകയോ ചെയ്യുന്നത്. വോട്ടെണ്ണൽ പ്രക്രിയ വൈകുന്നു, അത് എന്തോ തട്ടിപ്പാണ്, ക്രമക്കേടാണ് തുടങ്ങിയ ആരോപണങ്ങളുമായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. കോൺഗ്രസിന്റെ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരാകരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഇത്തരം ബാലിശമായ ആരോപണങ്ങൾ കോൺഗ്രസ് ഉന്നയിച്ചു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് മറുപടി പറഞ്ഞത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് BJP അവിടെ കേവല ഭൂരിപക്ഷം മറികടന്ന് ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കാൻ പറ്റുന്ന നിലയിലേക്ക് എത്തി എന്നത് തന്നെയാണ്. നയാബ് സിംഗ് സൈനി മുഖ്യമന്ത്രി പദവിയിൽ തുടരും എന്നതാണ് BJP കേന്ദ്രങ്ങളൊക്കെ അറിയിക്കുന്നത്. അതിലേതെങ്കിലും തരത്തിൽ സംശയത്തിനിടയില്ല. പുതിയൊരു മുഖ്യമന്ത്രിയെ പറ്റി ആലോചന പോലുമില്ല എന്നാണ് BJP നേതാക്കൾ പറയുന്നത്. മൂന്നാം ഘട്ടം, അതായത് തുടർച്ചയായ 3 ടേം അധികാരത്തിലേക്ക് എത്തുകയാണ് BJP. BJPക്ക് അങ്ങനെ വലിയ അധികാരത്തിലേക്ക് സ്വന്തം നിലയിലെത്താൻ BJPക്ക് അങ്ങനെ വലിയ സാഹചര്യങ്ങളൊന്നും ഉണ്ടാവാതിരുന്ന പ്രതികൂല ഘടകങ്ങൾ ഏറെ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന. നരേന്ദ്രമോദി സാധാരണ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിറയാറുണ്ടെങ്കിലും അങ്ങനെ മോദി 4 റാലികളിൽ മാത്രം പങ്കെടുത്ത ഒരു തെരഞ്ഞെടുപ്പാണ്. പ്രാദേശിക നേതൃത്വത്തെ വിശ്വാസത്തിലെടുത്ത് BJP നേരിട്ട ഒരു തെരഞ്ഞെടുപ്പ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേക്കാൾ അപ്പുറത്തേക്ക് BJP അവിടെ നയാബ് സിംഗ് സൈനിയെ പോലുള്ള, അനിൽ വിജിനെയൊക്കെ പോലെയുള്ള പ്രാദേശിക നേതാക്കളെ മുൻനിർത്തി പ്രചാരണം നയിച്ചതാണ്. അപ്പോൾ ഒരു ആത്മവിശ്വാസക്കുറവ് BJPക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മോദി അവിടെ നേരിട്ട് അധികം റാലികളിൽ പങ്കെടുക്കാതിരുന്നത്. അങ്ങനെ മോദി നയിച്ച ഒരു തെരഞ്ഞെടുപ്പെന്ന് പറയാൻ കഴിയാത്ത പ്രാദേശിക BJP ഘടകം നയിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. അവിടെയാണ് 2014-ലും 2019-ലും ഇല്ലാത്ത അതിന് ഇപ്പൊ വിജയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും BJPക്ക് പ്രതികൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ, എല്ലാ വിഷയങ്ങളും BJPയെ പ്രതിരോധത്തിലാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം, അങ്ങനെ എല്ലാം കൊണ്ടും കോൺഗ്രസിന് തിരികെ വരാൻ സാഹചര്യം ഉണ്ടായിരുന്ന ഹരിയാനയിൽ BJP ഒരു മൂന്നാം വട്ടം അധികാരത്തിലെത്തുന്നതിന് കോൺഗ്രസിനകത്ത് തന്നെ പ്രശ്നങ്ങൾ കാരണമായിട്ടുണ്ട് എന്ന് വിലയിരുത്താനാകുമോ? പ്രത്യേകിച്ച് എല്ലാ കാര്യത്തിലും ഭൂപേന്ദ്ര സിംഗ് ഹൂഡയെ മാത്രം കേന്ദ്രീകരിച്ച് കോൺഗ്രസ് അതിൻ്റെ തന്ത്രങ്ങൾ മെനയുന്നു. അവിടെ കുമാരി ഷെൽജ
വളരെ ശക്തമായ ചില വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുന്നു. അവിടെ ദളിത് വോട്ടുകളുടെ കാര്യത്തിൽ സ്ഥാനാർത്ഥികൾ കൂടുതൽ വേണമെന്ന് ശൈലജ പറയുന്നു. അത് അംഗീകരിക്കപ്പെടാതെ പോകുന്നു. എല്ലാം ജാട്ട് രാഷ്ട്രീയത്തെ മാത്രം കേന്ദ്രീകരിച്ച്, കൂടെയെ മാത്രം കേന്ദ്രീകരിച്ച് കോൺഗ്രസ് നടത്തിയ നീക്കം കോൺഗ്രസിന് ഹരിയാനയിൽ വിനയായി എന്ന് വിലയിരുത്താമോ? ഗോപി, 2014-ലും 2019-ലും ഒക്കെ ഹരിയാനയിൽ BJP ചെയ്തത് ജാട്ട് ഇതര വോട്ടുകളെ ഏകോപിപ്പിക്കുകയും ജാട്ട് വോട്ടുകൾ കിട്ടാവുന്നത് വാങ്ങുകയും എന്നത് തന്നെയായിരുന്നു. ഇത്തവണ അത് കുറെ കൂടി തന്ത്രപരമായി BJP നടപ്പാക്കി. ഏതാണ്ട് 25 OBC സ്ഥാനാർത്ഥികളായിരുന്നു BJPയുടെ ലിസ്റ്റ്, ഭൂരിഭാഗം പേരും ജയിച്ചു. എന്നാൽ ജാട്ട് വോട്ടുകളിൽ BJP പ്രതീക്ഷിക്കാത്ത തരത്തിൽ ജാട്ട് വോട്ടുകൾ BJPയിലേക്ക് എത്തുകയും ചെയ്തു. ഹരിയാനയിൽ ഒരു പാൻ ഹരിയാന വിജയമാണ് BJPയുടേത്. റൂറൽ അർബൻ വ്യത്യാസമില്ലാതെ, ജാട്ട് OBC വ്യത്യാസമില്ലാതെ BJP എല്ലാ മേഖലയിലും BJPക്ക് കാര്യമായി വോട്ട് കിട്ടിയിട്ടുണ്ട്. അതാണ് 50 എന്ന നിലയിലേക്ക് BJPയുടെ ടാലി അവിടെ ഉയർന്നത്. കുമാരി ഷെൽജയെ പിന്നോട്ട് മാറ്റി നിർത്തിയത് കോൺഗ്രസിന് തിരിച്ചടിയായിട്ടുണ്ടോ? ദളിത് വോട്ടുകളിലൊക്കെ ക്ഷീണം സംഭവിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഹൂഡയെ മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു കോൺഗ്രസിന്റെ രാഷ്ട്രീയ തന്ത്രം ആകെ പോയത്. അതും ഒരു പക്ഷേ തിരിച്ചടിയായിട്ടുണ്ടാകാം കോൺഗ്രസിന്. പക്ഷേ കോൺഗ്രസിന് അനുകൂലമായിരുന്നു. കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ, അതായത് കർഷക പ്രക്ഷോഭത്തിന്റെ ഒരു എപ്പിസെന്റർ, ഈ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഒരു എപ്പിസെന്റർ ഒക്കെയായി ഹരിയാനയിൽ, അതിനൊക്കെ മറികടക്കുന്ന ഒരു വിജയം BJPക്ക് നേടാൻ കഴിഞ്ഞത് ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്ക് അത് വേറൊരു തരത്തിൽ ഉപയോഗിക്കുകയും ചെയ്യാൻ കഴിയും. ആ നിലയിൽ ഈ ഒരു 90 സീറ്റ് മാത്രമുള്ള ചെറിയ സ്റ്റേറ്റ് ആണെങ്കിലും ഹരിയാന ഉയർത്തിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഗൗരവമുള്ളതായിരുന്നു. അവിടെയാണ് BJP മിന്നും ജയം നേടിയതെന്ന് BJPയെ സംബന്ധിച്ച് ആത്മവിശ്വാസത്തോടുകൂടി വിളിച്ചു പറയാൻ കഴിയുന്ന ജയമാണ് ഹരിയാനയിൽ സംഭവിച്ചിരിക്കുന്നത്. BJPക്ക് പ്രതികൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ കോൺഗ്രസിന് എല്ലാം കൊണ്ടും വിജയം കൊയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഉണർത്തിയ ഹരിയാനയിൽ എല്ലാ എക്സിറ്റ് പോൾ ഫല സൂചനകളും കോൺഗ്രസിന്റെ വിജയം പ്രവചിച്ച ഹരിയാനയിൽ അവിടെ മിന്നുന്ന വിജയം കരസ്ഥമാക്കാൻ BJPക്ക് ഇക്കുറി കഴിഞ്ഞിട്ടുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്ക് ഒരിക്കൽ കൂടി ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ അനുഗുണമായി മാറിയിരിക്കുന്നു ഹരിയാനയിലെ വിജയമെന്ന് നമുക്ക് നിസ്സംശയം ഈ ഘട്ടത്തിൽ പറയാം.